ഇവർ വഴിതെറ്റി വന്നേക്കണതായിരിക്കും തോന്നി. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇത് തോമസ് പോൾ ബ്രദറാണ്, ഇതൊരു ധ്യാനമാണ്, നിങ്ങൾ ഈ ധ്യാനമാണെന്ന് ഉദ്ദേശിച്ചിട്ടാണോ വന്നേക്കണേ, അത് വേറെ വല്ല കോൺഫറൻസിനാണോ, എങ്കിൽ ഇവിടെ അല്ല. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല സാറേ, ഞങ്ങൾ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടാൻ തന്നെയാണ് വന്നേക്കണേ. പക്ഷെ ഞങ്ങൾക്ക് ചായ കുടിക്കാനോ ഒന്നും കഴിക്കാനോ തോന്നും. ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി. എന്തു പറ്റി ബ്രദർ? ഇപ്പോൾ കേൾക്കൂ, ഞാൻ ഉടനെ കേൾക്കാം. ഞങ്ങൾ വളരെ വലിയ പ്രതീക്ഷകളോടെ ഞങ്ങളുടെ മകളെ പഠിപ്പിച്ച് വലുതാക്കി. അവൾ ഡോക്ടറായി, MD ആയി. MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോൾ. അവൾ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച, ഞാനൊരു മുസ്ലിമുമായിട്ട് കല്യാണം കഴിച്ച് മതം മാറി അവൻ്റെ കൂടെ പോകാമെന്ന് പറയാം. അതോടെ ഞങ്ങൾക്ക് ജീവനില്ലാണ്ടായി. അടുക്കള തുറന്നിട്ട് ഒരാഴ്ചയായി, ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്രദറുണ്ട്, ഈ ധ്യാനമൊക്കെ കൂടിയാൽ വല്ല എന്തെങ്കിലും സഹായമാവും. ഓക്കെ, ഞാൻ അവരൊരു മുറിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. അവൾ പറയണതോ അവൻ പറയണതോ ഒന്നുമല്ല നോക്കേണ്ടത്, കർത്താവ് എന്ത് പറയണോ. 2, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നും കൂടി നോക്കണം. നല്ലതാണ്. നിങ്ങളെന്ത് ചെയ്തില്ല. നിങ്ങൾ ഈ മകളെ പഠിപ്പിക്കാനായിട്ട് ചെറുപ്പം മുതൽ ഹോസ്റ്റലിൽ നിർത്തി, സായിപ്പന്മാരുടെ പിള്ളേർ പഠിപ്പിക്കണം, വലിയ സ്കൂളുകളിൽ കൊണ്ടുപോയി നിർത്തി, അത് കഴിഞ്ഞ് വലിയ 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 കോളേജുകളിലൊക്കെ പോയി എന്താ ഇവർ പഠിച്ച് വലിയ ആളാവണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവിടെ എന്ത് നഷ്ടപ്പെട്ടു? നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ നൽകേണ്ട ഒരു കുടുംബ പ്രാർത്ഥനയോ ഒരു വചനമോ ഒരു ഉപദേശമോ അവർക്ക് കിട്ടിയില്ല. ശരിയല്ലേ? അത് ശരിയാണ്. അതാണ് നിങ്ങൾ പരിതപിക്കേണ്ടത്, നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, ഈ വചനം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാര്യയും ഭർത്താവും വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 മണിക്ക് ഈ ജ്ഞാനം വാതിക്കൽ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവളീ പറഞ്ഞതിൻ്റെ എല്ലാം സാരാംശം എന്താ? ജ്ഞാനമില്ല എന്നല്ലേ അർത്ഥമുള്ളൂ, അല്ലേ? എന്നാൽ നിങ്ങൾ ഈ ജ്ഞാനം നിങ്ങളിലേക്ക് ഒഴുകുമ്പോൾ അത് അവളിലേക്ക് ഒഴുകും. അതിന് ജ്ഞാനത്തിൻ്റെ പുസ്തകവും യോഹന്നാൻ്റെ സുവിശേഷവും എല്ലാം വായിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഇത് നിറയണം. അത് ഞങ്ങൾ ചെയ്യാം. അപ്പോൾ ശരിയാവും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പറ്റുന്നില്ല. അത് ഞങ്ങൾ ചെയ്യാം. എന്നൊരു 15 ദിവസം അങ്ങനെ ചെയ്തിട്ട് വിവരം പറയും. എന്നിട്ട് ശരിയായില്ലെങ്കിൽ മരുന്ന് മാറ്റിത്തരാം. അങ്ങനെ പറഞ്ഞു. എന്തിനു പറയണു? 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറയാണ്, അവളിങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയണേ? നിങ്ങളെന്താ തീരുമാനിച്ചേക്കണേ? അതിൻ്റെ അർത്ഥം അവളുടെ തീരുമാനത്തിൽ നിന്ന് അവൾ ഇളകിയിട്ടുണ്ടെന്നുള്ളതല്ലേ? നിങ്ങൾക്ക് പറയാനുള്ളത് അതല്ലേ ഉള്ളൂ, നിങ്ങളിത് പറയാൻ പോകുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. നീ ഒരു ക്രിസ്ത്യാനി കുട്ടിയാണ്, നിനക്ക് വേണ്ടി കർത്താവ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് നീ വന്ന് സ്വീകരിക്കണം. ഞങ്ങളതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇനിയും തുറന്ന് വായിച്ചോ, പ്രാർത്ഥിച്ചോ. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൾ വെട്ടിയായിട്ട് തിരിച്ചു വന്നു. പ്രൈസ് ദ ലോർഡ്. ആ ബന്ധം ഉപേക്ഷിച്ചു. എന്താണ് പ്രവർത്തിച്ചത്? ഇങ്ങനെ കുറേ കേസുകളുണ്ട്, ഒരുപാട് കേസുകൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത തലമുറയെ നമ്മുടെ വാക്കുകൊണ്ടോ ഉപദേശം കൊണ്ടോ ഒരു പ്രയോജനമില്ല. ഇല്ലയെന്നല്ല, പ്രയോജനം ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മാവിലൂടെ ഒഴുകേണ്ട ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവരെ നയിക്കേണ്ടത്. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിലുള്ള ജ്ഞാനം എൻ്റെ മക്കളിലേക്കും കുഞ്ഞുമക്കളിലേക്കും ലോകം മുഴുവനിലേക്കും തന്നെ പ്രസരിക്കണമേ. പ്രൈസ് ദ ലോർഡ്. നമുക്കൊരു 10 മിനിറ്റ് ഒരു ബ്രേക്ക് എടുത്താലോ? ഇവിടെ അങ്ങനെ ഇടവേളയ്ക്ക് ചായ ഉണ്ട്? ഇല്ലേ, ചായ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വായോ. ഒന്ന് എഴുന്നേറ്റ് നടന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വായോ. 10 മിനിറ്റ്, വെറും 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടരും.
പ്രൈസ് ദി ലോർഡ്.